ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പല രാജ്യങ്ങളിൽ നിന്നും 6 മാസത്തേക്ക് കാർനെ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കാർനെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സംഭവം വഴി വാഹനങ്ങൾ വരാറുണ്ട്. നമ്മൾ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ദുബൈയിൽ നിന്നൊക്കെ വന്ന വാഹനങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് ഫീച്ചർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ UK നിന്നും ഒരു ടെസ്ലയും നമ്മൾ അടുത്ത കാലത്ത് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ദൂരയിൽ നിന്നും വന്ന ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഹമ്മറിൻ്റെ EV ആണ്. അത് കൊണ്ടുവന്നിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന 2 പേരാണ് നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. സ്വയം പരിചയപ്പെടുന്നത് തന്നെയായിരിക്കും നല്ലത്. എൻ്റെ പേര് അജേഷ്. ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ബിസിനസ് ചെയ്യാണ്. ഇ-കൊമേഴ്സ് മൊബൈൽ ആക്സസിൻ്റെ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്. കാനഡയിലും ഞാനും ക്രിസും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഒരു കൺസൾട്ടൻസി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാനഡ ചെന്ന് സ്വന്തം നാട് ഇവിടെ കാഞ്ഞിരപ്പള്ളി. ഓക്കെ. ക്രിസ് എന്ന് പറയുന്നത് അജേഷിൻ്റെ കസിനാണ് അല്ലേ? കസിനാണ്. കാഞ്ഞിരപ്പള്ളി തന്നെ സ്ഥലം. അതെ. രണ്ടും വലിയ വണ്ടി പ്രാന്തന്മാരാണ് അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഹമ്മർ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരില്ലല്ലോ. ഇതിന് സഹായിച്ച ഒരാളോട് അവിടെ നിൽക്കുന്നുണ്ട്. അത് ജുബിൻ എന്നാണ് പേര്. ജുബിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കാനഡയിൽ നിന്ന് ഇവിടം വരെ ഇത്രയും ദൂരം ഈ വാഹനം കൊണ്ടുവന്നത്? എങ്ങനെയായിരുന്നു? ഫ്ലൈറ്റിലാണോ കൊണ്ടുവന്നത് അതോ ഷിപ്പിലാണോ? നമ്മൾ ആദ്യം ഷിപ്പിന് ട്രൈ ചെയ്ത് അതൊരു 60 days കൂടുതലെടുക്കും. അത് പോർട്ടിലൊക്കെ കൊണ്ട് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞ് അത് ക്യാൻസലായിപ്പോയി. പിന്നെ കാനഡ എന്തോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഷിപ്പിൽ കയറ്റി വിടുന്ന ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂ വെച്ചിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട്. അന്നേരം അവർ ഓപ്ഷൻ തന്നു, ഫ്ലൈറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, ഫ്ലൈറ്റ് ആണ് 5 ദിവസം കൊണ്ട് എത്തും എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം ഫ്ലൈറ്റിനെത്തി. പക്ഷെ അതിവിടെ ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. നമ്മുടെ ദുഃഖവള്ളിയുടെ ഒരു ദിവസം മുമ്പേ എത്തി. അന്ന് തൊട്ട് ഉള്ള 5 ദിവസത്തേക്ക് അവർ ഡെമറേജ് ആയിട്ട് പെർ ഡേ 1 lakh വെച്ച് ചാർജ് ചെയ്തു. കാരണം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഹസാഡസ് മെറ്റീരിയൽ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം 10 times ആണ് ചാർജ് ചെയ്യുന്നത്. 1 kgക്ക് 20 rupees വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. നോർമൽ കാർഗോയ്ക്ക് 1 kgക്ക് 2 rupees, ഇത് 1 kg 20 rupees. ശരിക്കും ഇന്ത്യ വന്നപ്പോഴാണ് പ്രശ്നം. നമ്മുടെ ബാക്കി ഫ്ലൈറ്റിനൊക്കെ കൊടുത്ത പൈസ നമുക്ക് അതിനൊരു പർപ്പസ് ഉണ്ട്. ഇത് വെറുതെ വേസ്റ്റ്, ആടി കിടന്ന് വേസ്റ്റ് ആയിപ്പോയി. എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത് തടയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. എത്ര രൂപയായിരിക്കും ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ? എന്തായി ചിലവ്? 20 lakhs ആയി. അത് ടർക്കിഷ് ആയിരിക്കും. ടർക്കിഷ് അല്ലേ? എത്ര സമയം കൊണ്ട് എത്തി ഇവിടെ? അത് 1 day കൊണ്ട് ടൊറന്റോയിൽ നിന്ന് ഇസ്താൻബുൾ എത്തി. അവിടുന്ന് അവർ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് 1 day കൊണ്ട് ഇസ്താൻബുൾ ടു മുംബൈ എത്തി. ഓക്കെ. അപ്പം ഹമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു ചരിത്രം പറയാമല്ലോ. ഹമ്മർ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു വാഹനമായിരുന്നു എന്ന് തന്നെയല്ല, ലോക ചരിത്രത്തിൽ ഒരു വാഹനത്തിന് എതിരെ ഒരു രാജ്യം മൊത്തം അണിനിരുന്നത് ഹമ്മറിൻ്റെ പേരിലാണ്. അതായത് 98-ലാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ആ സാമ്പത്തിക മാന്ദ്യത്തിന് വലിയൊരു കാരണക്കാരൻ ഹമ്മറാണെന്നാണ് ജനങ്ങൾ കണ്ടുപിടിച്ചത്. കാരണം 2 കിലോമീറ്ററൊക്കെ ആയിരുന്നു അന്ന് പെട്രോൾ ഹമ്മറിൻ്റെ മൈലേജ്. അങ്ങനെ അമേരിക്കയിലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തണമെന്നും പറഞ്ഞു. പക്ഷേ 2010 വരെ പെട്രോൾ ഹമ്മറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് സെയിലൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് 2022-ലാണ് ഹമ്മർ മറ്റൊരു രൂപത്തിൽ EV ആയിട്ട് വന്നത്. ഇപ്പോൾ പിന്നെ ഇനി മൈലേജിൻ്റെ പ്രശ്നമില്ലല്ലോ. 480 കിലോമീറ്റർ മറ്റേ ഇപ്പോൾ റേഞ്ച് കിട്ടുന്ന ഒരു EV ആയിട്ട് മാറിയിട്ടുണ്ട്. തന്നെയല്ല, രൂപം ഏതാണ്ട് പഴയ രൂപം നിലനിർത്തിക്കൊണ്ട് അതിഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര കാലമായി ഇപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട്? ഞങ്ങൾ ഇത് കഴിഞ്ഞ നവംബറിൽ മേടിച്ചാണ്. ഞാൻ കാനഡയിൽ ഉണ്ടായിരുന്നപ്പോൾ മേടിച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. അന്ന് തൊട്ട് നമ്മളിത് ഇവിടോട്ട് ഇറക്കാൻ നോക്കുന്നു. പക്ഷേ കാറിന് ഒരു കണക്ഷനും കിട്ടുന്നില്ല. കാരണം അവിടെ ഉള്ളവർക്ക് കാര്യങ്ങൾ അറിയില്ല, അവരറിയില്ല എന്ന് പറയും. വേറെ സജഷൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പേരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഫൈനലി ഇങ്ങനെ ജുബിനൊക്കെ ഹെൽപ്പ് ചെയ്തു. അവസാനം നമ്മൾ ഇങ്ങനെ കാറിനെ കണ്ടുപിടിച്ചു. അവിടുന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഓടിച്ചു വന്നിട്ടുണ്ട്. അതല്ലാതെ സൗത്ത് ഇന്ത്യയിലോട്ട് ഫ്ലൈറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ ഷിപ്പിനോ ആരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൂടുതൽ നമ്മുടെ വരുന്ന ദുബായിൽ നിന്നും ഓസ്ട്രേലിയ, UK ആണ്. നോർത്ത് അമേരിക്കയിൽ നിന്ന് ആരും വന്നിട്ടില്ല. അതിൻ്റെ ഒരു ചലഞ്ചുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിലും ഗംഭീരമായിട്ട് സാധനം കൊണ്ടുവരും. അത് കാര്യങ്ങൾ പഠിച്ചല്ലോ. പിന്നെ ജുബിനും ഉണ്ട്, ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കാണാമല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് തോന്നുന്നത്? എന്താണ് സാധനം? ഇതിന്റെ സൈസ് ഇത് ശരിക്കും ഒമേഗ എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിന്റെ ലിമിറ്റഡ് എഡിഷൻ. ഇതൊരു 1000 പീസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ ട്രക്ക് വേർഷൻ ഉണ്ട്. ആ ട്രക്ക് വേർഷൻ, പിക്കപ്പ് ട്രക്ക് വേർഷൻ 500 പീസസും SUV വേർഷൻ 1000 പീസസുമാണ് ഇറക്കിയേക്കുന്നത്. ഇത് ശരിക്കും ഓഫ് റോഡർ ആണ്, ഒരു പക്ക ഓഫ് റോഡർ ആണ് ഒമേഗ. ഓഫ് റോഡ്, ഇതിന്റെ ഓഫ് റോഡ് പാക്കേജ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഫുൾ അണ്ടർ ബോഡി ഫുൾ സ്റ്റീൽ പാനൽ ചെയ്തിട്ടുണ്ട്. 6-7 ക്യാമറയുണ്ട് അടിയിലുണ്ട്. പിന്നെ അതിന് വേണ്ടിയുള്ള ഓഫ് റോഡ് ടയേഴ്സുമാണ് ഇവരിടുന്നത്. നോർമൽ ടയർ വരുന്നത് 22 ഇഞ്ച് അലോയ് ആണ്. ഇതിന്റെ 18 ഇഞ്ച് ഓഫ് റോഡ് അലോയ് ഒക്കെയാണ് അവർ ഇട്ടേക്കുന്നത്. റേഞ്ച് ഞാൻ ഈ പറഞ്ഞ 480 ആണോ കിട്ടുന്നത്? 485 ആണ് ടെക്നിക്കലി. ഇത് 830 ഹോഴ്സ് പവർ. ഇതിന്റെ മെയിൻ നമ്മളെ ഇംപ്രസ് ചെയ്യുന്നത് 4500 kg വെയിറ്റ് ആണ്. ഇത്രയും വെയിറ്റ് പുൾ ചെയ്യാൻ വേണ്ടി 830 ഹോഴ്സ് പവർ, ഓൾമോസ്റ്റ് ഒരു ഫെറാറി 812-ന്റെ കാളും പവർ ഉണ്ട്. അത് 0 to 100 3.5 seconds ആണ്.
അപ്പോൾ ഇത്ര 4.5 ടണ്ണിന് 3.5 സെക്കൻഡ്സ് പവർ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബാറ്ററി ഫുള്ളി യൂസ് ചെയ്യുന്നത്. ഒരു മഹീന്ദ്ര BE6 75 കിലോ വാട്ടിൻ്റെ ബാറ്ററി വെച്ച് 500 കിലോമീറ്റർ കിട്ടും. ഇതിന് 205 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ 500 കിട്ടാൻ വേണ്ടി. അപ്പോൾ 3 times ബിഗർ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആ ബാറ്ററിക്ക് തന്നെ ഉണ്ട് 1 ടണ്ണ്, 1 ടൺ ഭാരം ഉണ്ടല്ലേ. 4 ടണ്ണുണ്ട് മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഭാരം, അതിൽ 1 ടൺ ബാറ്ററിയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ വായിച്ചറിഞ്ഞതാണ് 406 മില്ലിമീറ്റർ മറ്റോ ഉണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും നമുക്ക് എയർ സസ്പെൻഷൻ ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ഒരു 3 മോഡ്സ് ഉണ്ട്. ഒന്ന് എൻട്രി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ്. മിക്കയിടത്തും പാർക്കിംഗ് ലോട്ട്സിൽ ഹൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറാൻ വേണ്ടി. ഇപ്പോൾ എൻട്രി എക്സിറ്റ് മോഡാണ് ഏറ്റവും ലോവസ്റ്റ് മോഡ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നൊരു മോഡ് നോർമൽ മോഡ്. ഇത് കൂടാതെ ഒരു ഇൻക്രീസ്ഡ് ഹൈറ്റ് മോഡുണ്ട്. അത് ആകുമ്പോഴത്തേക്ക് ഹൈറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അതിന് മുകളിൽ ഒരു ടെറൈൻ മോഡുണ്ട്, ഓഫ് റോഡിങ്ങിന്. ആ ഹൈറ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അത് വീണ്ടും ഒരു 6 inches കൂടും. അത് പക്ഷേ ഒരു 12 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓഫ് റോഡിന് വേണ്ടി മാത്രമാണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന മോഡ്സ് നോർമൽ മോഡും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഹൈറ്റ് മോഡ്. അപ്പോൾ അവിടെ കാനഡയിൽ ഓഫ് റോഡൊക്കെ പോയിരുന്നോ? കാനഡയിൽ 1-2 സ്ഥലത്ത് മഞ്ഞുള്ളത് ഞങ്ങളിപ്പോൾ കൺട്രി സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഒന്നും സ്നോ ചിലപ്പോൾ റിമൂവ് ചെയ്യത്തില്ല. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അധികകാലം മഞ്ഞാണല്ലോ അല്ലേ? ഒരു 3 മാസം കഷ്ടപ്പാടായിരിക്കും, മഞ്ഞ് നല്ലപോലെ ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാവാൻ പോകും. അപ്പോൾ ഇത് GMC ഇപ്പം ആദ്യകാലത്ത് AM ജനറൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ശരിക്കും ഹമ്മർ നിർമ്മിച്ചത്. അത് സിവിലിയൻ മോഡലായിരുന്നില്ല. 98-ലാണ് ഫസ്റ്റ് സിവിലിയൻ മോഡൽ വരുന്നത്. H1, H2, H3 3 വന്നു. H3 ആണ് അവസാനം 2010 ലാസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും GMCയുടെ ബാനർ തന്നെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ലൈറ്റ് ഒരു നീണ്ട സ്ട്രിപ്പ്, അതിൽ ഹമ്മർ EV എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് എവിടെയാണെന്ന് അന്വേഷിച്ച് പോയാൽ താഴെ കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെയൊക്കെ ഒരു രീതിയിൽ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും ഭംഗിയുള്ളൊരു മുൻഭാഗമാണിത്. വളരെ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. ഒരു താഴെ കാണുന്ന ആ ഒരു എയർ ഡാം പോലൊരു ഭാഗം. അതുപോലെ ഹൈറ്റ് കണ്ടല്ലോ, ഏറ്റവും ഹൈറ്റുള്ള വാഹനം. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണല്ലോ. ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് രീതിക്ക്? നേരെ വിരുദ്ധമാണല്ലോ. എന്താണ് തോന്നുന്നത്? എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഡിഫിക്കൽറ്റി ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ സൈസ് ഒരു ചലഞ്ചാണ്. നമുക്ക് ഒരുമാതിരിപ്പെട്ട റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഇതിനകത്ത് ക്യാമറ 360 ഡിഗ്രി ക്യാമറകളുണ്ട്. ക്യാമറ നോക്കിയാണ് നമ്മളിപ്പോൾ ഇവിടെ പോസ്റ്റ് തട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇന്നലെയാണ് വണ്ടി കിട്ടിയത്. ഇതുവരെ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇവിടെ 360 ഡിഗ്രി ക്യാമറ ഒന്നും പോരാ കേട്ടോ. കാര്യമില്ല ഇവിടെ ഈ നാട്ടിൽ. ശ്യാമ ഇപ്പോൾ നമുക്കൊന്ന് അടുത്ത് വന്ന വണ്ടി ഒന്ന് കാണാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ ഹൈറ്റുള്ള വാഹനം കണ്ടല്ലോ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5250 മില്ലിമീറ്റർ ഉണ്ട്. 3200 മറ്റോ ഉണ്ട് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് കാണാം. എന്താ ഇവിടെ ഈ വീൽ ട്രാവൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്ടോ, ഇത്രയും വീൽ ട്രാവൽ ഉണ്ട് ഇവിടെ. ഇത് അതുപോലെ 18 ഇഞ്ച് അല്ലേ ടയേഴ്സ്? 17 ആണോ? 17 ആണ്. അപ്പോൾ ഈ ഒമേഗ എഡിഷനിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഒമേഗ എഡിഷനിൽ ഈ ഒരു കളർ ചേഞ്ചും ഈ ബ്ലാക്ക് ബാഡ്ജിങ് വരും. ബാക്കി ഉള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ആ ഫിനിഷ് എല്ലാ ലോഗോസിലും എല്ലാം ആ ഒരു ഫിനിഷാണ് വരുന്നത്. പിന്നെ വീൽ കാലിപ്പേഴ്സ് ഇതെല്ലാം ഇതൊരു സ്പെഷ്യൽ ഒമേഗയ്ക്ക് വേണ്ടിയുള്ള വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ ഈ ഒരു ഹൈറ്റ് വരുമ്പോഴത്തേക്കും ഫുഡ് സ്റ്റെപ്പ് മസ്റ്റാണ്, അല്ല കയറാൻ പറ്റില്ല. അല്ലാതെ അതിനൊരു ഹാൻഡിൽ, ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. അവിടെയുണ്ട്. അതുപോലെ ഇതുപോലും ഈ പറഞ്ഞ സ്ക്വയറാണ്, രസമാണ്. വലിപ്പം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു വലിപ്പമാണ് എല്ലാവരും. ഇത് ഞങ്ങൾക്ക് കണ്ടെയ്നർ ട്രക്കിൽ പലതിലും കയറുകയല്ല. ഞാൻ ബോംബെയിൽ നിന്ന് കണ്ടെയ്നർ ട്രക്ക് വിളിച്ചിട്ട് അതിൽ അവർ വന്നിട്ട് നോർമൽ കണ്ടെയ്നർ ട്രക്കിൽ കയറില്ല. 20 ഫീറ്റ് കണ്ടെയ്നറിൽ ഇതിന് കറക്റ്റ് മാച്ച് ആവുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1 ഇഞ്ച് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് കിട്ടുന്ന കണ്ടെയ്നർ ആദ്യം വന്ന ട്രക്ക് പോയിട്ട് രണ്ടാമത് ട്രക്ക് വിളിച്ചിട്ടാണ് കിട്ടിയത്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ടും ഇനിയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു മലയാളി ആയതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യമുള്ളത്, ഈ പഴയ പെട്രോൾ ഹമ്മറിനേക്കാളും ഡയമെൻഷൻസ് കുറവായതിന്, എന്നിട്ട് പോലുമാണ് ഈ വലിപ്പം എന്ന് പറയുന്നത്. അത് ശരിക്കും അന്ന് ഈ ടേണിംഗ് റേഡിയസ് വളരെ കൂടുതലാണെന്നൊരു പരാതി വന്നതുകൊണ്ട് ഇത് വന്നപ്പോഴേക്കും അവർ അല്പം ഡയമെൻഷൻസ് കുറച്ചു. എന്നിട്ടും നിൽക്കുന്ന ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു വലിപ്പം കണ്ടല്ലോ. നമ്മളൊന്നും ഒന്നുമല്ല അടുത്ത് നിന്ന് കഴിയുമ്പോൾ അല്ലേ. ഇവിടെ ഈ പറഞ്ഞ പോലെ 2 വലിയ ഗ്ലാസ് ഏരിയ. ഇവിടെ ഇത് 5 സീറ്റർ അല്ല, സ്ട്രിക്ട്ലി 5 സീറ്റർ അല്ല. പക്ഷേ ഇത്രയും വലിയൊരു കോർണർ ഗ്ലാസ് ഉണ്ട്. കാരണം അതിൻ്റെ 1000 ലിറ്റേഴ്സ് മറ്റോ ആണ് ലോഡിംഗ് ഏരിയ അല്ലേ. അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് നമുക്ക് എം ടി ആണ്. ഫ്രണ്ട് 370 ലിറ്റർ അല്ലേ, അതുകൊണ്ട് അത് നമുക്ക് തുറന്ന് കാണാം. ഇപ്പം നമുക്കൊന്ന് ബാക്കിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഈ മറ്റേ പണ്ട് കുട്ടിക്കാലത്ത് വരയ്ക്കില്ലേ വണ്ടി, ഏതാണ്ട് ആ ഒരു ഷേപ്പ് അല്ലേ. വളരെ സ്ക്വയറിഷ് ആയിട്ട് ഒരു ബസ് പോലൊക്കെ ഇരിക്കുന്ന സംഭവം കണ്ടില്ലേ. അതുപോലെ സ്പെയർ ടയർ ബാക്കിൽ തന്നെ ഉണ്ട്. ഇതാ ഗ്രസ്റ്റോക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ കാനഡയിലെ കമ്പനിയുടെ പേര്. ശരി, അവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പേര് ശശി ഗോപി എന്നൊക്കെ പറഞ്ഞു.
അതുപോലെ LED ലൈറ്റ് അത് ആ ബ്ലാക്ക് ഫിനിഷിൽ അങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അതും ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണോ ആ സ്വിച്ച്? ആ തന്നെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ 1000 ലിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ലോവർ ചെയ്താലാണ് സാധനങ്ങൾ കയറ്റാൻ പറ്റുന്നത് അല്ലേ? അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നാടകത്തിന് മറ്റോ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ ചെറിയ പരിപാടി. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും കേട്ടോ. അത് നമ്മുടെ ഫോറം മാളിലൊരു അൺവീലിംഗ് പോലെ ഉണ്ട് ഇതിൻ്റെ അല്ലേ? അതിൻ്റെ പരിപാടികളൊക്കെയാണ്. അൺവീലിങ്ങിൻ്റെ കവറാണ്, അല്ലാതെ നാടക കമ്പനി ബാലയൊന്നും അല്ല. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്. പക്ഷേ ലോവർ ചെയ്താലും നമുക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റും. ഇവിടെയൊക്കെ ചാർജിങ് പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവൻ മറ്റ് സ്കൂട്ടറൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഓഫ് റോഡ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ചാർജ് ഹെവി ഡ്യൂട്ടി ഐറ്റംസ്. ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു സ്പേസ് നമ്മുടെ ടൂൾസിനൊക്കെ ഉള്ള. എന്നാലും ഈ സ്പെയർ ടയർ പുറത്തായതുകൊണ്ട് അങ്ങനെ ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയുണ്ട് കാനഡയിൽ ഹമ്മർ EVയുടെ സെയിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇല്ല കാനഡയിൽ EVൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഓ, ഏറ്റവും കൂടുതൽ വിൽക്കുന്ന EV ഏതായിരിക്കും ഇവിടെ ഇപ്പം? കൂടുതലും ടെസ്ലയാണ് പോകുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പം US ആയിട്ടുള്ള ഇഷ്യൂവിൽ സൈബർ ട്രക്ക് ഒന്നും ആൾക്കാർ മേടിക്കുന്നില്ല. സൈബർ ട്രക്ക് കാര്യമായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നോ? അത് ഉണ്ടായിരുന്നു. ആദ്യമേ അത് കിട്ടാനും ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ എലോൺ മസ്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആൾക്കാർ മേടിക്കുന്നില്ല, ബോയ്ക്കോട്ട് ചെയ്യുവാണ് ടെസ്ല. ട്രംപുമായിട്ടുള്ള പ്രശ്നം അല്ലേ? ട്രംപും എലോൺ മസ്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അവരൊരു ഗ്രൂപ്പായിട്ട് പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സൈബർ ട്രക്കിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര രസികൻ ഒരു രൂപമാണ് അല്ലേ? മറ്റേതെന്തോ ഒരു പണി തീരാത്ത എന്തോ ഇടയ്ക്ക് ആശാരി പണി നിർത്തി പോവില്ലേ, അന്നേരം ബാക്കി നിൽക്കുന്ന ഒരു സാധനം പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ ക്ലോസ് ചെയ്യല്ലോ അല്ലേ? പിന്നെ വേറൊരു പ്രശ്നം EV മേടിക്കാൻ ആൾക്കാർ മടിക്കുന്നതെന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പോഴത്തേക്കും റേഞ്ച് ഭയങ്കര താന്നു പോകും. അപ്പം ഇവിടുത്തെ വെതറിലെ പോലത്തെ ഇപ്പം 485 നമുക്ക് കാണിക്കുവാണെങ്കിൽ അവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു 300 കിട്ടുള്ളൂ. അപ്പം അത് പോകാനുള്ളൊരു ചാലഞ്ച് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറ്റിയപ്പോൾ 30% ചാർജ് ആക്കണമെന്ന് പറഞ്ഞു. ആ 30% ഇവിടെ വന്നപ്പോഴും 30% ഉണ്ടായിരുന്നു 5 ദിവസം കഴിഞ്ഞു. പക്ഷെ കാനഡയിലാണ് 30 എന്നുള്ളത് 20 ആയി കാണും. കാരണം ഇതിന്റെ ബാറ്ററി ഹീറ്റപ്പ് ആയിക്കൊണ്ടിരിക്കും, ഫ്രോസൺ ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക, വണ്ടി ഹീറ്റാക്കി വെക്കുക, അതിനുവേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ എക്സ്റ്റീരിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്റ്റീരിയറിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഉള്ളതിൽ? എക്സ്റ്റീരിയറിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ലൈറ്റ് ആണ്. അപ്പോൾ നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുള്ള് ഡേ ലൈറ്റ്. പിന്നെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പാനലും എടുത്ത് മാറ്റാൻ പറ്റും. ശരി. മറ്റേ ഓപ്പൺ ആക്കാൻ പറ്റും. അത് നമുക്ക് പിന്നെ അകത്തൊരാൾ ഇരിപ്പുണ്ട് കേട്ടോ, അത് അജേഷിന്റെ മോനാണ്. ഇരുന്നു അല്ല, അത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആക്കാം. ഇത് ഇവിടുന്ന് 2 ക്ലാമ്പ് ലിഫ്റ്റ് ചെയ്ത് അത് വെക്കാനുള്ള സ്ഥലമാണ് ഫ്രണ്ട് സ്പേസിൽ തന്നെ. അപ്പോൾ ഈ 4 ഗ്ലാസും എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് 4 ഗ്ലാസ് ഊരി മാറ്റി നമുക്ക് ഓഫ് റോഡ് വണ്ടി പോലെ ഓടിച്ചു ഓപ്പൺ ടോപ്പ് ആയി. അതിപ്പോൾ നമ്മൾ ഗ്രനേഡിയർ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം ദുബായി പോയിട്ട് ഒരു വണ്ടി ചെയ്തിരുന്നു. അത് സെയിം രീതിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. BMW എഞ്ചിനല്ലേ? BMW എഞ്ചിനാണ്. അത് ശരിക്കും ബ്രിട്ടീഷാണ്, പക്ഷേ മറ്റേ പഴയ ഡിഫൻഡറിൻ്റെ അതേ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേ രൂപം ആയതുകൊണ്ട് ആൾക്കാർക്ക് ചൈനീസ് ആണെന്നൊരു പേടിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും ബ്രിട്ടീഷ് ആണത്. നല്ല പ്രൈസും നല്ല വണ്ടി, ഉഗ്രം വണ്ടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങളെന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ഇൻറ്റീരിയറിൽ ഇരുന്നിട്ട് ഇൻറ്റീരിയർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഏതായാലും പഴയ ഹമ്മറിൻ്റെ ആ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ EV ആക്കിയിരിക്കുന്ന രസമായിട്ടുണ്ട്. അതൊരു തകർപ്പൻ സാധനമാണ്. ഇത് സിനിമ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹമ്മറാണ് ലോഞ്ച് ചെയ്യുന്ന EV ആയിട്ടൊന്നും അവർ പറഞ്ഞിട്ടേ ഇല്ല. അത് ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സോക്കർ ടൂർണമെൻറ്റിൽ വെച്ച് മറ്റാണ് ഇത് ആദ്യമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഹമ്മറാണ് EV ആയിട്ട് വരാൻ പോകുന്നതെന്ന് ജനറൽ മോട്ടോഴ്സ് പ്രഖ്യാപിച്ചത്. ഏതായാലും അങ്ങനെ ഒരു കഥയൊക്കെയുള്ള വാഹനമാണ്. അപ്പോൾ അങ്ങനെ ഇൻറ്റീരിയർ നോക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ കയറുന്നതിന് മുമ്പ് ഈ മറ്റേ എന്താ പറയുക, കുതിരപ്പുറത്ത് കയറുന്നവർ കയറേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ലോവർ ചെയ്യുകയാണിപ്പോൾ. താന്ന് വരുന്നു. ഹൈഡ്രോളിക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാറ്റ് പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ലെവലിലെത്തി അല്ലേ? ഇനി ഒരു ലെവലെടുത്താണ്. അതെ, താന്നു. അപ്പോൾ ഏറ്റവും ലോവഡ് എൻട്രി എക്സിറ്റ് മോഡ്, അതായത് പാർക്കിംഗ് ലോട്ടിലൊക്കെ കയറുമ്പം പല സമയത്ത് ഹൈറ്റ് തട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലൊക്കെ പോകുമ്പം ഈ മോഡ് ഇട്ട് കഴിയുമ്പോഴേ ഇല്ലെങ്കിൽ ഹൈറ്റ് തട്ടും. ഓക്കെ. ഇപ്പോൾ ഏറ്റവും ലോവഡായി, മനുഷ്യപ്പറ്റായി. ഇത് നമുക്ക് അത് കയറാം അല്ലേ? ഈ മോഡിൽ നമ്മൾ ഓടിക്കാറ്, നമ്മളെപ്പോഴും നോർമൽ മോഡുണ്ട്, ആ നോർമൽ മോഡിലാണ് നമ്മൾ ഓടിക്കുക.
അപ്പോൾ ശരിക്കും ഈ വണ്ടിയുടെ രൂപത്തിന് പറ്റുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡും അതുപോലെ മൊത്തം സ്ക്വയറിഷ് പരിപാടികളാണ് അല്ലേ, ചതുര വടിവാണ് മൊത്തത്തിൽ. ഇത് ഒരു 13.5 ഇഞ്ചും 12.3 അല്ലേ, ഇതാണ് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അത് ഒരു ഡ്രൈവർ കൺസോളാണത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അത് ഫീച്ചേഴ്സ്? ഇത് മുഴുവൻ ടെറൈൻ ഓഫ് റോഡ് സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഇതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഓഫ് റോഡ് ഇത് മോഡ് എടുക്കാം. ഇത് ടെറൈൻ മോഡ്. ഈ ടെറൈൻ മോഡിലാണ് ഏറ്റവും ഇൻക്രീസ്ഡ് ഹൈറ്റ് ഇത് ഇടാവുന്നത്. എക്സ്ട്രാക്ട് മോഡ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ടോ ചെയ്ത് കൊണ്ടുവന്ന മോഡ്. നമ്മൾ റെഗുലറായിട്ട് ഓടിക്കുന്ന മോഡാണ് നോർമൽ മോഡ്. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ഒരു കസ്റ്റം മോഡ് സെറ്റ് ചെയ്യാം. ഇതാണ് മൈ മോഡ്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇതാണ് എൻ്റെ മോഡ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അത് ഡ്രൈവ് ചെയ്യുമ്പോഴും ഫ്രണ്ടും പാർക്കിങ്ങിൻ്റെയും നമ്മളിപ്പം ഓഫ് റോഡിങ്ങിന് വേണമെങ്കിൽ അണ്ടർ ബോഡി അതിൻ്റെ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ ഇത് വെച്ചിട്ട് ഓരോ ആംഗിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, ഓരോ സൈഡ് ക്യാമറാസ്. അതാണ് അതിൻ്റെ ഒരു ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കണം ഈ ക്യാമറ ഇല്ലെങ്കിൽ ഭയങ്കര, എസ്പെഷ്യലി ഇന്ത്യയിൽ. പിന്നെ റിവേഴ്സ് ആക്ച്വൽ മിറർ കൊണ്ട് ഒരു കാര്യമില്ല, കാരണം അവിടെ ആ സ്റ്റെപ്നി ടയർ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ക്യാമറ നല്ല. നമ്മൾ ആഫ്രിക്കയിലൊക്കെ മറ്റേ മസായിമാരയിലൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇത് നമ്മുടെ ഇവിടെ തന്നെ കേട്ടോ, വൈറ്റിലാണ് സ്ഥലം. രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ റിമൂവ് ചെയ്യാവുന്ന ഗ്ലാസ് ഏരിയ അല്ലേ. ഇതിൻ്റെ ഈ ലോക്സ്, ഈ രണ്ട് ലോക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി ഇത് ഒന്ന് ഊരി എടുക്കുന്നത് നന്നായിരിക്കും. ഒന്ന് കാണിക്കാം നമുക്ക്. കൺവേർട്ടബിൾ ആയി. ഇത് ഈ 4 ഗ്ലാസ് ഇത് മാറ്റാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാബ് ബാറും വേണേ, ഈ ബാറും വേണം ഓരോ. അപ്പം ഇത് പവർ സ്വിച്ച് അല്ലേ, ഓൺ ഓഫ്. അവിടെ ആ കൺസോളിൽ എല്ലാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം പിന്നെ ഇൻഫർമേഷൻ എല്ലാം അത് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ കണ്ടില്ല ഈ സ്വിച്ചുകളൊക്കെ ഈ പറഞ്ഞ പോലെ രസമുള്ള സ്വിച്ചുകളൊക്കെയാണ്. ഫുള്ളി ടച്ച് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാം സ്വിച്ച് പോലത്തെ ആക്ച്വൽ സ്വിച്ച് പോലത്തെ സ്വിച്ചുകളുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ്, വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വയർലെസ് ചാർജിങ്. ഇത് ചാർജിങ് അല്ലെന്ന് തോന്നുന്നു. അതല്ല, ചാർജിങ് അല്ല, ഇതൊരു ഗ്രിപ്പുള്ള ഭാഗമേ ഉള്ളൂ. ഇവിടെ ഒരു ഭീകരമായ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇവിടെ സ്റ്റോറേജ് ഇലക്ട്രിക് വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ് അത്. അതുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്. ഇവിടെ മോഡ് സെലക്ടർ ഉണ്ട്. ഇതും നല്ല രസമായിട്ടുണ്ട്. നല്ല എന്താ പറയുക, കോക്പിറ്റിലേക്ക് കാണുന്ന പോലുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന സാധാരണ സ്വിച്ചുകളൊക്കെ തന്നെ അല്ലേ. അത് യൂഷ്വൽ കാനഡയിലുള്ള ഗരാജ് ഓപ്പണിങ്ങും പിന്നെ അവരുടെ ഓൺ സ്റ്റാർ സർവീസസ്, ഓൺലൈൻ സർവീസസ് ഉണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും അങ്ങനത്തെ പിന്നെ ആ ടൈപ്പ് സ്വിച്ചസ്. അപ്പം അതുപോലെ സ്റ്റിയറിങ്ങിലാണെങ്കിലും HEV എന്നുള്ള ബാഡ്ജിങ്ങും ഹമ്മറിൻ്റെ ഒരു രീതി തന്നെയാണ് മൊത്തത്തിൽ അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ഈ ഇൻറ്റീരിയർ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതോ ഇത് തന്നെയുള്ളൂ? ഇത് 2 ഓപ്ഷനോടുണ്ട്. ഇതൊന്ന് ഒരു ഈ ഒരു വൈറ്റ് പോലത്തെ ഒരു ബേജ് കളർ, പിന്നെ ഉള്ളത് ഒരു ചാർക്കോൾ ഗ്രേ പോലത്തെ ഒരു കളറുമാണ്. പക്ഷേ അത് ഓരോ ഈ ഒമേഗ എഡിഷനിൽ ചിലയിടത്ത് നമ്മൾ അങ്ങനെ ഒരു കളർ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ചൂസ് ചെയ്യാൻ പറ്റാറില്ല, കാരണം അത് ഒരെണ്ണമൊക്കെ ഒരു ഡീലറുടെ കാണാറുള്ളൂ. നമുക്ക് കിട്ടുന്നത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ വേറെ സ്ഥലത്ത് ഇതിന്റെ വേറൊരു കളർ കണ്ടിട്ടുണ്ട്. 2 കളറേ ഉള്ളൂ. ഇത് പക്ഷെ പെട്ടെന്ന് മുഷിയാനുള്ള സാധ്യതയുള്ള ഇന്ത്യയിൽ. അതെ. ഇത് കണ്ടല്ലോ, ഇതാണ് ചാമ, കണ്ടോ, വലിയൊരു പെട്ടി പോലെ AC-യുടെ വെന്റിരിക്കുന്നു. എല്ലായിടത്തും ഹമ്മറുടെ ബാഡ്ജിങ് ഉണ്ട്. ഇതാണൊരു ഗ്രാബ് ഹാൻഡിൽ നമ്മൾ വെളിയിൽ നിന്ന് കയറുമ്പോൾ പിടിച്ച് കയറാൻ വേണ്ടിയുള്ളത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രാബ് ഹാൻഡിൽ. പിന്നെ ഇവിടെ ലോക്കൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ബോസിൻ്റെ ഒരു 14 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം എന്നാണ് ഞാൻ വായിച്ചത് അല്ലേ, അതുണ്ട്. എന്തായാലും വളരെ രസികൻ ഇൻറ്റീരിയറാണ്. പക്ഷെ ഒന്നും അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല, വളരെ കൃത്യമായി എല്ലാം അങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. കാനഡയിലാണെങ്കിൽ നമുക്ക് അസിസ്റ്റഡ് ഡ്രൈവിംഗ് ഉണ്ട്. ഹൈവേ ലെയിൻ കീപ്പ് ചെയ്ത് ഞങ്ങൾ ടൊറൻഡോ ടു ഓട്ടോവ ഡ്രൈവ് ചെയ്തപ്പം 450 കിലോമീറ്റേഴ്സ് വണ്ടി തന്നെ ഓടും, ലെയിൻ കീപ്പ് ചെയ്ത്. അത് തന്നെ ഫ്രണ്ടിലും ബാക്കിലും വണ്ടി ഉണ്ടോ നോക്കി ലെയിൻ ചേഞ്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്പീഡിൽ. അപ്പോൾ സ്റ്റിയറിംഗിൽ കൈ വേണ്ട. നമ്മുടെ ഇതിനുള്ളിൽ ഇവിടെ ഒരു ക്യാമറാസ് ഉണ്ട്. നമ്മൾ അറ്റൻഷൻ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ സംസാരിച്ചിരിക്കുന്ന പോലെ ഒരു 1 മിനിറ്റ് സംസാരിച്ചിരുന്ന ഉടനെ ഇത് ഷിവർ ചെയ്യും, അത് ഡിസേബിൾ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നോക്കിയിരുന്നാൽ മതി, നമുക്ക് കൈയും കെട്ടിയിരുന്ന് ജ്യൂസ് പിടിച്ചു പോകാം. അതൊരു കാലത്ത് ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിൽ സീറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ നിറച്ച ആളിരിക്കുന്നു, ഒന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് നോക്കാം. സ്പേസ് ഇഷ്ടം പോലെയാണ്. അതുപോലെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ എല്ലാം ഹെവി സാധനങ്ങളാണ് കണ്ടോ. ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു മിനി ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നുള്ള സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ നമുക്ക് ഈ AC-യുടെ കൺട്രോളുകളുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട്, മൊബൈൽ വെക്കാവുന്നൊരു സ്ഥലമുണ്ട്.
പിന്നെ ഹൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട്, കാരണം വെച്ചാൽ ബാറ്ററി പാക്കിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഈ ഒരു നമ്മുടെ ഒരു തൈ സപ്പോർട്ട് അല്പം കുറവുണ്ട്. അത് ബാറ്ററി പാക്കിൻ്റെ പ്രശ്നമായിരിക്കാം. അതുപോലെ നല്ല രസമാണ് അതിൻ്റെ ഡോർ പാഡൊക്കെ കാണാൻ വേണ്ടി. അതിലൊക്കെ ചെറിയ ചെറിയ എലമെൻറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ രസമുണ്ട്. തന്നെ അല്ലെ മുകളിൽ ഈ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. എന്നാൽ ഊരി മാറ്റി കഴിഞ്ഞാൽ ഫുള്ളി കൺവേർട്ടബിളായിട്ട് മാറുന്നുമുണ്ട്. അപ്പം സ്ട്രിക്ട്ലി 5 സീറ്ററാണ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡറൊക്കെ ഉള്ള ഒരു ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധനമാണിത്, യാതൊരു സംശയമില്ല. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഇൻറ്റീരിയറൊക്കെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത്തിരി ഇൻറ്റീരിയറൊക്കെയുള്ള EVകളൊക്കെ നാട്ടിൽ ഇന്ത്യയിലേക്കും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്കൊന്ന് ഫ്രങ്ക് ഒന്ന് കാണാം. ഫ്രങ്ക് സ്പേസ് എന്ന് പറയുന്നത് 370 ലിറ്റർ ഉണ്ട്. ബാക്കിൽ 1000 ലിറ്ററോളം നമുക്ക് ലഗേജ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയും ഉണ്ട് 370 ലിറ്റർ. അപ്പോൾ അതിലാണ് ഈ സാധനം ഊരിയെടുത്ത് വെക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടാണ് കമ്പനി അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇതിലും കുറച്ച് സാധനങ്ങളുണ്ട്. സാധനം ഇന്നലെ വൈകുന്നേരം വണ്ടി വന്നോളൂ, അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് 370 ലിറ്റർ സ്പേസ് ഇവിടെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും സ്പേസുള്ള ഒരു ഫ്രണ്ട് സ്പേസ് കണ്ടിട്ടില്ല. കാരണം മോട്ടറൊക്കെ കാണാവുന്ന രീതിയിൽ അതിൻ്റെ നടുക്കൊരു സ്പേസ് പൊതുവെ ഇവിടെ കാണുന്നത്. ഇത് പക്ഷേ ഇഷ്ടം പോലെ സ്ഥലമാണ്. റൂഫ് പാനൽസ് വെക്കാനുള്ള ബാഗ്സ് ആണ്. അത് ഊരി വെക്കാൻ ഇതിനകത്ത് കവറിലിട്ട് വെക്കാവുന്ന സ്പേസാണ്. അപ്പോൾ ഇതും നമ്മൾ കീയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത് അല്ലേ? കീയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അതും കൊള്ളാം. അപ്പോൾ എല്ലാ തരത്തിലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണ്. 480 എന്ന് പറയുന്ന റേഞ്ച് ഒരു ഗംഭീര റേഞ്ചാണ്. അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇനി ജുബിനോടൊന്ന് സംസാരിക്കട്ടെ. ഒരു മൈക്കൊന്ന് ജുബിന് കൊടുത്തിട്ട് ജുബിനോടൊന്നൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഇതാണ് ജുബിനെ ആദ്യമായിട്ട് മറ്റേ ടൊറൻറ്റോയിൽ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു പ്രതികരണം, ജുബിൻ്റെ പ്രതികരണം? ജുബിൻ എങ്ങനെ ഇതിലേക്ക് വന്നത്? ഇത് ആക്ച്വലി ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. ഞാൻ എൻ്റെ ഈ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് നമുക്കൊരു ഷോപ്പുണ്ട്, നമ്മളൊരു ഓഫ് റോഡ് ആക്സറീസ് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അതെവിടെയത്? പൊൻകുന്നത്താണ്. നമ്മുടെ നാട്ടിലാണ്. അത് ഓട്ടോ ഇഗ്നൈറ്റ് 4x4 എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഓൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളൊരു ഷോപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിനോടുള്ള പാഷൻ കൊണ്ട് നമ്മളൊരു കാർനെറ്റ് സർവീസ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കാനഡയിൽ ഇത്രയും വലിയൊരു വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അതിനുവേണ്ടി കുറേ റെഫറൻസസ് നമ്മൾ എടുത്തു. ബൈ റോഡ് വന്നേക്കുന്ന 2 ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തു, ബൈ ഇമെയിൽ ത്രൂ എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം വണ്ടിയെപ്പറ്റി തന്നെ നമ്മൾ പക്ക ഒരു സ്റ്റഡി നടത്തി. കാരണം ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് വണ്ടിക്കൊന്നും പറ്റാതെ കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. അതെ, ആ മാസീവ് ആയിട്ടുള്ളൊരു വണ്ടി ആകുമ്പോഴത്തേക്കും നമ്മളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ലാസ്റ്റ് ആക്ച്വലി നമ്മൾ ഫുള്ളി നമ്മൾ മാത്രമല്ല ഇവരുമായിട്ടുള്ളൊരു നല്ലൊരു സപ്പോർട്ട് ഇവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഫുള്ളി നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഹോൾ പ്രോസസ്സ് എത്ര കാലം എടുത്തു? അവിടെ ഇത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ട് ഇത് വണ്ടി ഇവിടെ എത്തുന്നവരെയുള്ള സമയം എത്ര കാലം എടുത്തു? ഹോൾ പ്രോസസ്സ് നമുക്കൊരു 3 months ടൈം എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷിപ്പിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും വരില്ല. തന്നെയല്ല ഇത് 6 months തന്നെയല്ലേ അവിടുത്തെ
ഈ കാറിന് അല്ലേ? അതെ അതെ. അപ്പോൾ 3 മാസം കൊണ്ട് ഷിപ്പിലൂടെ എത്തി 3 മാസം കൊണ്ട് തിരിച്ചു പോകുന്ന സമയമുള്ളൂ. ടൈം പോകും. പക്ഷേ എന്തായാലും വളരെ കോസ്റ്റ്ലി തന്നെയാണ് കേട്ടോ. 20 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി തന്നെയാണ്. എങ്കിൽ പോലും ഒരു ആഗ്രഹമാണല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം ഇനി ഇത്തരം വാഹനങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിലും ജുബിനോട് പറഞ്ഞാൽ മതിയോ? ലോകത്തെവിടെ പണി പഠിച്ചു അല്ലേ? അതല്ല, എനിക്ക് തോന്നുന്നു കുറേ പേര് UAE ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ കാനഡയിലെ UAE കൂടുതൽ മലയാളികൾ ഇപ്പം കാനഡ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വണ്ടികൾ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ജുബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. അത് വിളിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഒന്ന് വണ്ടി ഓടിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനായിട്ട് ഓടിക്കുന്നില്ല, കാരണം ഓടിക്കരുതെന്നാണ് നിയമം. പണ്ട് ഓടിച്ചവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്, MVD പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടെ ഇരുന്നൊന്ന് യാത്ര ചെയ്താൽ മതി. അതിനു മുമ്പ് നമുക്ക് വണ്ടിയുടെ വിലയെപ്പറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല. എത്ര രൂപയായി വണ്ടിയുടെ വില അവിടെ വാങ്ങിച്ചപ്പോൾ? അറൗണ്ട് $215,000 ആണ് ഇതിൻ്റെ വില എന്ന് വരുന്നത്. പറയുമ്പോൾ ഇന്ത്യയിൽ എത്ര രൂപയായി? ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 1.25 1.3. ഒട്ടും കൂടുതലല്ല അങ്ങനെ നോക്കുമ്പോൾ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി തന്നെ നമുക്ക് ഇന്ത്യ വരുമ്പോഴത്തേക്ക് ഇതിന് 125% ഡ്യൂട്ടി വരും. ആ ഡ്യൂട്ടിയുടെ മുകളിൽ 1 crore ആണെങ്കിൽ 2.25, അതിന് മുകളിൽ 28% GST, അപ്പോഴത്തേക്ക് 3 crore. അതിന് മുകളിൽ വീണ്ടും 22% സെസ്, അപ്പോഴത്തേക്ക് 3.75 crore. അതിന് മുകളിൽ റോഡ് ടാക്സ്, ഇത് ഇലക്ട്രിക് ആൻഡ് 10%, മറ്റേ വണ്ടികളാണെങ്കിൽ 20%. അങ്ങനെയാണ് ഇത് ഈ വണ്ടിക്ക് ഒരു 4.4 crore വില വരും. പിന്നെ പ്രളയ സെസ് ഒക്കെ അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതിലെല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ 5 കോടി ആവും. ഞങ്ങൾക്ക് മുമ്പ് എയർ കാർഗോയിൽ അവരുടെ കൺസേൺ ഇതായിരുന്നു. കാറിന് വാല്യൂ കാണിച്ചേക്കുന്ന ഈ 1.25 1.3 crore, ഈ വണ്ടിക്ക് അവർ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 4 crore വിലയുണ്ട്, നിങ്ങൾ അണ്ടർ വാല്യൂ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് അണ്ടർ വാല്യൂ അല്ല, അവിടുത്തെ വിലയാണ്, നിങ്ങളിവിടെ ഡ്യൂട്ടി അടിക്കുന്നത് കൊണ്ടാണ് ഈ വില. അവസാനം അത് അവർ ജസ്റ്റിഫൈഡ് ആയി. ശരി, അതുള്ള ഈ പറഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുകയാണെങ്കിൽ 5 കോടി ആകും. അതാണ് നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇന്ത്യയിൽ CBU ആയിട്ട് വരുന്ന എല്ലാ വണ്ടികളുടെയും വില എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയിലെ ഒരു രീതി അതാണ്. അപ്പോൾ എന്നാലും നമുക്കിനി ഓടിച്ചു നോക്കാം അല്ലേ? സാധാരണ നമ്മൾ ഇലക്ട്രിക് വണ്ടികളെല്ലാം 2 മോട്ടറൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഡ്യുവൽ മോട്ടറൊക്കെയാണ്. ഈവൻ ടെസ്ല ആണെങ്കിൽ ഇത് 3 മോട്ടറുണ്ട് അല്ലേ? അതെ, 3 മോട്ടറും കൂടി 830 BHP ആണ് പവർ എന്ന് പറഞ്ഞാൽ. അമേസിങ് പവറാണ്. 1200 ന്യൂട്ടൺ മീറ്റർ മറ്റുമാണ് ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങേരെ ടോർക്കി ആയിട്ടുള്ള എഞ്ചിനല്ല, മോട്ടറാണ്. പിന്നെ ഈ പറഞ്ഞ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നോർമൽ പൊസിഷനിലാണ് ഓടുന്നത് അല്ലേ? എന്നിട്ട് പോലും നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്നില്ല. അപ്പോൾ ഇതിന് ഈ വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുമ്പോൾ ഒന്ന് ലിഫ്റ്റ് ആവും അല്ലേ സർ? എങ്ങനെയാണ്, എന്തുമാത്രം ലിഫ്റ്റ് ആവും? അത് നമുക്ക് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. അത് എത്രമാത്രം ഹൈറ്റ് ആവും എന്നുള്ളത് പറയാൻ അറിയത്തില്ല. നമുക്ക് ഒന്ന് കാല് കൊടുത്ത് എടുത്താലോ? ശ്യാമേ, എന്താ അമ്മേ, ഫ്രണ്ട് ലിഫ്റ്റ് കണ്ടോ ഇങ്ങനെ അങ്ങ് പൊങ്ങി. ശരിക്കും കുതിര പൊങ്ങുന്ന പോലെ പൊങ്ങി അല്ലേ? ഇവിടെ അധികം പൊക്കണ്ട. ഇവിടെ MVD വന്ന് എല്ലാത്തിനും പൊങ്ങിക്കൊണ്ട് പോകും. നമ്മുടെ അധികം സ്പീഡ് എടുത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് എന്താ പറഞ്ഞാൽ ആ ഫീലൊന്ന് കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതൊരു ഗംഭീര അനുഭവമായിരുന്നു. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും പിന്നെ ഓട്ടോണമസ് ഡ്രൈവിങ്ങും എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? സ്പേസ് ഒട്ടും മോശമല്ല. എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം സെക്കൻഡ് റോ സൈഡ് ഇതിന് തൈ സപ്പോർട്ട് കുറവാണ്. ഈ താഴെ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് പ്ലാറ്റ്ഫോം ഇത്തിരി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടുള്ളൊരു പ്രശ്നം തോന്നുള്ളൂ. ഇത് UV റേറ്റഡ് ആണ് അല്ലേ? അതെ, എനിക്ക് ഒരു കോട്ടിംഗ് കൂടെ ചെയ്യണം. ശരിയാ, ഇന്ത്യയിൽ അത് വേണം. കുറച്ച് ചൂട് ഇങ്ങോട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇത് ക്യാമറയാണ്, അല്ലാതെ നമ്മുടെ സാധാരണ മിററല്ല കൊടുത്തിരിക്കുന്നത്. മിററാക്കി മാറ്റാം, പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. വലിയ കാണാം, പക്ഷേ ആ സ്റ്റെപ്നി ഉള്ളതുകൊണ്ട് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ സാധനം. ഇതിപ്പോൾ ഈ നാടിനെ വിറപ്പിക്കുമെന്നുള്ളൊരു സംശയമില്ല. ഡ്യുവൽ മോട്ടർ ഒരു വേരിയന്റ് ഉണ്ടല്ലേ? 2X എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അത് 570 BHP അല്ലേ? 570 BHP ഉണ്ട്. പിന്നെ ഇതിന്റെ പിക്കപ്പ് ട്രക്ക് വെർഷനും ഉണ്ട്. അതുകൊണ്ട് പിക്കപ്പ് ട്രക്ക് വെർഷൻ ഉണ്ട്. ഇത് പിക്കപ്പ് ട്രക്ക് വെർഷൻ ഇറങ്ങി ഒരു 1 ഇയറിന് ശേഷമാണ് ഈ SUV വെർഷൻ ഇറങ്ങിയത്. ഇത് ഇറങ്ങിയത് ഓൾമോസ്റ്റ് കഴിഞ്ഞ early 2024 ഈ വണ്ടി ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സൗണ്ട് ഇല്ലെന്ന് തോന്നുമെങ്കിലും ഒരു സ്പീക്കർ എന്നുള്ള സൗണ്ടാന്ന് തോന്നുന്നല്ലേ? ആയിരിക്കാം, അല്ലാതെ ഇത് സൗണ്ട് പറഞ്ഞ കാര്യമില്ല. നമുക്കിത് ഓടിക്കുന്ന സ്പീഡ് അറിയുന്നില്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇത്ര ഹൈറ്റ് ഇരിക്കുമ്പോൾ ഇത്ര ഹൈറ്റുള്ള ബോണറ്റ് ആണെങ്കിലും വിസിബിലിറ്റി എന്ന് പറയുന്നത് പക്കയാണ് അല്ലേ? എല്ലാ സൈഡിലും വിസിബിലിറ്റി പക്കയാണ്. ശരിക്കും വളരെ ചെറിയൊരു ഗ്ലാസ് ഏരിയ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രാക്ടിക്കലാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് യോഗ ഇല്ല. പിന്നെ വേറൊരു ഫീച്ചർ, 3 വൈപ്പർ ഉണ്ട്. 3 വൈപ്പർ ഉണ്ടല്ലേ? ശരി, 3 ശരി. അതുള്ള 3 മോട്ടറിന്റെ കൂടെ കിട്ടിയതായിരിക്കും. അവരൊരു
കൗതുകങ്ങളാണ്. മറ്റൊരു കാര്യം നേരത്തെ അജേഷ് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് ഇവരുടെ പഴയ പരസ്യങ്ങൾ, അതായത് ഹമ്മറിൻ്റെ പഴയ പരസ്യങ്ങൾ എന്ന് പറയുന്നത് മൂൺ വോക്ക്, അത് മൂണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടായിരുന്നു ഹമ്മറിൻ്റെ പരസ്യം. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഇത് വന്നപ്പോൾ ഇവർ ആ മൂണിൻ്റെ സർഫസിലുള്ള പല കാര്യങ്ങളുമാണ് ഇതിൻ്റെ താഴെ പ്ലാറ്റ്ഫോമിൽ ഉള്ള കാർപ്പറ്റൊക്കെ നോക്കിയാലും അതിൽ നമ്മൾ ചന്ദ്രനിൽ കാണുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെളിയിൽ ഒരു അമേരിക്കൻ ഫ്ലാഗ് സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഫ്ലാഗിൻ്റെ കളറിലല്ലെന്നേ ഉള്ളൂ, അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈവ് അവസാനിക്കുകയാണ്. തന്നെയല്ല ഇന്ന് ഇവർക്ക് കോറമാളിൽ ഈ വണ്ടിയുടെ ഒരു ലോഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അവിടെ എത്തുകയും വേണം. അതുകൊണ്ട് നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഹമ്മർ കാണാം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹമ്മർ ഇവിയുടെ മറ്റൊരു ഒരു ഫീച്ചറാണ്. അതിൻ്റെ പേര് ക്രാബ് വോക്ക്. ക്രാബ് എന്ന് പറയുന്നത് ഞണ്ട് നടക്കുന്ന പോലെ സൈഡിലേക്ക് നടക്കുന്നതായിരിക്കും അല്ലേ? എന്താണ് അതിന്റെ പ്രയോജനം? എന്താ അത് കമ്പനി അഡ്വർടൈസ് ചെയ്തത്? അതൊരു ടൈറ്റ് സ്പേസിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും സ്പേസ് കുറവാണ്, സൈഡിൽ നിന്ന് ഇറക്കിയെടുക്കാം. ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ടൈറ്റ് സ്പേസിൽ പാർക്ക് ചെയ്യുമ്പോഴോ അതായിരുന്നു അതിന്റെ ഒരു ഫീച്ചർ. വണ്ടി ലോഞ്ച് ചെയ്യുന്നിടം വരെ അതൊരു വലിയ ഹൈബ്രിഡ് ഫീച്ചറായിരുന്നു. അത് ശരിക്കും പ്രയോജനമുള്ളതാണോ? അങ്ങനെ പ്രയോജനം പറയല്ല, ഒരു മോർ ലൈക്ക് എ ഗിമിക്. അതെ, പക്ഷെ അതൊരു ഫാക്ടറാണ്. ഒരു അതെ, അതോടെ കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിക്സ് ആഗ് അടിച്ച് വരും. അത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ വേണം. പക്ഷേ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് പിടിച്ച് അതിനൊരു സെറ്റിംഗ് ഉണ്ട്, ക്രാബ് വോക്ക്. അതേ പോകുന്നു. ഇത് മറ്റേ വെള്ളത്തിലൊക്കെ അങ്ങനെ ഒലിച്ചു പോകുന്നല്ലേ അല്ലേ? അതേ പോകുന്നു. അടിപൊളി അടിപൊളി സംഭവം കൊള്ളാം കേട്ടോ. പ്രയോജനം ഉണ്ടാകും. അതുപോലെ ഇങ്ങോട്ടും വരും. വീല് രണ്ടും കണ്ടോ, ബാക്കിലെ വീലും ചെറിയൊരു ആംഗിളിൽ തിരിയുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് ഉണ്ട്, ഇതാണ് ക്രാബ് വോക്കിൻ്റെ സ്വിച്ച്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്തായാലും അവസാനം വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിരം റോഡിൽ തന്നെ വരേണ്ടി വന്നു. അവിടെ തന്നെ വന്ന് ഓടിച്ചു. എന്തായാലും ഗംഭീര ഒരു അനുഭവമാണ്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇത് ഡ്രൈവ് ആയാലും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് എങ്ങനെ, എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ? ഇതിപ്പം 205 കിലോവാട്ട് ബാറ്ററിയാണ്. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബാറ്ററിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ബാറ്ററികൾ വെച്ചിട്ട് ഒരു 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം കൊച്ചിയിൽ കിയയുടെ എവിടെയാണ് 250 കിലോവാട്ടിൻ്റെ ബാറ്ററി ഉള്ളത്. ബാക്കി സ്റ്റാൻഡേർഡ് ഗോയിസി പോലത്തെ കമ്പനീസ് മാസമായിട്ടുള്ളവർ അവരുടെ ചാർജിങ് ഒരു 60 വാട്ട്സാണ്. അപ്പോൾ 60 വാട്ട്സിലാണ് നമുക്ക് ഒരു 4 hours എടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടൈമിങ്. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്തോട്ടെ വന്നിട്ട്? ഇവിടെ ഇന്നലെ വന്നപ്പോൾ ഞങ്ങളുടെ കൺവേർട്ടറിനൊരു പ്രശ്നം വന്നു. ഇവിടുത്തെ ചാർജിങ് CCS2 ആണ്, അതിന് പറ്റിയ കൺവേർട്ടറില്ല. ഇപ്പോൾ ഇവിടുത്തെ ഗോയിസിയുടെ രാംനാഥ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിൽ എപ്പോഴും രാംനാഥിൻ്റെ ടീം ഇന്നലെ രാത്രി മിഡ്നൈറ്റ് വരെ ഹെൽപ്പ് ചെയ്ത് ഹാർഡ്വെയർ ചെയ്ത് നമുക്ക് ഒരു 175 കിലോമീറ്റർ റേഞ്ച് ആക്കി തന്നു. അങ്ങനെയാണ് ഓടാൻ പറ്റിയത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം ഇത് വണ്ടി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് അപ്പോൾ അതിനൊരു സ്ഥിരം സംവിധാനം വേണ്ടേ? അപ്പോൾ അതിനൊരു CCS2 നിന്ന് CCS1 ചെയ്യുന്നൊരു കൺവേർട്ടർ കിട്ടും. ആ കൺവേർട്ടർ ഞാനിപ്പം ദുബായിൽ നിന്ന് കാനഡയിൽ നിന്ന് വരുത്തിയിട്ട് നമുക്ക് കുത്തി ചെയ്യാൻ പറ്റും ഇവിടുത്തെ പബ്ലിക് ചാർജിങ്. അപ്പോൾ 6 months ഈ വണ്ടി ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ. കാറിന് ഐഡിയലി അതിൻ്റെ ടൈം 1 year ആണ്. അതിൽ 1 year ഉണ്ട്. ഒരു ഹോസ്റ്റ് കൺട്രിയിൽ 6 months പറ്റും. അടുത്ത രാജ്യത്ത് പോകണം. അതും നമുക്ക് 1 year കഴിഞ്ഞ് വീണ്ടും 1 വർഷം വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഹോസ്റ്റ് കൺട്രി എത്ര സമ്മതിക്കും എന്നുള്ളതാണ്. അത് യൂഷ്വലി 6 months ആണ്. ഇന്ത്യ 6 months ആണ്. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പം കൂട്ടിത്തരുമായിരിക്കും.
അപ്പോൾ ഇനി ഒരു ജനറലായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കൂടുതൽ ചെറുപ്പക്കാരനായ മനുഷ്യനോട് ചോദിക്കാം അല്ലേ, എങ്ങനെയുണ്ട് ഇപ്പോൾ കാനഡയിൽ ഈ സ്റ്റുഡൻസ് ഒക്കെ വരുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞു, അവിടെ ഒത്തിരി നെഗറ്റീവ് സംഭവങ്ങളൊക്കെ വരുന്നത്, എന്താണ് ശരിക്കും കാനഡ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാനഡയിൽ ഇപ്പോൾ ആൾക്കാർ വരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവിടെ ഒരു എലക്ഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അവർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കാനഡ മൊത്തത്തിൽ എമിഗ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കൺട്രിയാണ്. അവിടെ അതൊരു ഭയങ്കര വലിയ കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരും ഇല്ല. അപ്പം ഇനിയാണെങ്കിലും ആൾക്കാർക്ക് പോകാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാനൊക്കെ പോയ സമയത്ത് എനിക്ക് ഒരുപാട്, ഞാൻ 3.5 വർഷമായിട്ടുള്ളൂ പോയിട്ട്. ഇപ്പോൾ അപ്പം അന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഈ ബാങ്കിൽ ജോലി മേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെസ്ക് ജോബ്, ഓഫീസ് ജോബ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ വല്ല വെൽഡേഴ്സിൻ്റെ കൂട്ടത്തിലോ അല്ലെ പ്ലംബിങ്ങോ അങ്ങനത്തെ ട്രേഡ് കോഴ്സസ് പഠിച്ചിട്ട്, അല്ലെ അങ്ങനത്തെ കോഴ്സ് പഠിച്ചിട്ട് അവിടെ അല്ലെ പഠിക്കണമെന്ന് തന്നെ ഇല്ല, ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ മതി. അപ്പം അതിന് ഭയങ്കര ഡിമാൻഡാണ് അവിടെ. അപ്പോൾ അതിന് സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര സാലറി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ PR കിട്ടാനും ഭയങ്കര ഈസി ആയിരിക്കും, ജോലി കിട്ടാനും ഭയങ്കര ഈസി ആയിരിക്കും. അതിന് മാത്രം ഒരു ചേഞ്ച് അവിടെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സസ് പഠിക്കാൻ പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓഫീസ് ജോബിന് വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതൊന്നും മാറ്റി ഈ ഒരു ട്രേഡ് കോഴ്സസിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പിന്നെ എപ്പോഴും ഇന്ത്യക്കാർ വൈറ്റ് കോളർ. അതെ, നമ്മളതാണല്ലോ പഠിപ്പിച്ച് വെച്ചിട്ട്. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നു, 10 മണിക്ക് ജോലി കഴിഞ്ഞ് 5 മണിക്ക് വീട്ടിൽ വരുന്നു അല്ലേ, അതാണ് നമ്മുടെ രീതി. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. ഇത് അവിടെ തന്നെ ജീവിക്കുന്ന 2 പേരാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും കാനഡ തകർന്നിട്ടൊന്നുമില്ല, തീർച്ചയായിട്ടും പോകാവുന്ന രാജ്യം തന്നെയാണ്. പിന്നെ തണുപ്പൊക്കെ ഇത്തിരി ഉണ്ട് അല്ലേ? തണുപ്പുണ്ട്, പക്ഷേങ്കിൽ അതൊരു 3 മാസം കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഇനീഷ്യൽ ഡേയ്സ് എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എല്ലാവരും തന്നെ ഇവിടെ കാറ് മേടിക്കും. കാറുണ്ടെങ്കിൽ വിൻ്ററൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിൽ ഇനി പല സ്ഥലത്തും നിങ്ങൾക്ക് ഇതാ ഈ ഗ്രസ്റ്റോക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഈ വാഹനം കാണുമ്പോൾ ഇത് ഈ 2 പേരൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും അല്ലേ? തിരിച്ചു പോകും, ഉടനെ തിരിച്ചു പോകുമോ? ഇല്ല, ഞാൻ ബാംഗ്ലൂരാണ് മെയിൻലി. ഇവിടെ ഒരു മാസം കഴിഞ്ഞിട്ട് കൂടുതലും ബാംഗ്ലൂരായിരിക്കും വണ്ടി കാണാൻ പോകുന്നത്. ബാംഗ്ലൂരുള്ളവരൊക്കെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാം ഒരു സേഫ് ജേർണി ആശംസിക്കുന്നു. കാരണം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ടാണ് ഇനി സേഫ് ജേർണി എന്ന് എപ്പോഴും പറയുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ കുത്തി കയറ്റിക്കൊണ്ട് വരും. പക്ഷേ എങ്കിലും ഇപ്പോൾ ഓടിച്ചു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നല്ല കുഴപ്പമില്ലാതെ ഓടിച്ചു പോരുന്നുണ്ട് അല്ലേ? അതായത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേ കിട്ടുമ്പോഴേ, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.